സുകുമാരൻ പിള്ളൈ, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, അപ്പോളോ ആറ്റ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ പോകുന്നത് പുരുഷന്മാരിൽ ക്യാൻസർ അല്ലാത്ത പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് വേണ്ടി TURP എന്ന് പറഞ്ഞ സർജറിയെ പറ്റിയിട്ടാണ്. TURP എന്ന് പറഞ്ഞാൽ ട്രാൻസ് യൂറത്രൽ റിസെക്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. ട്രാൻസ് യൂറത്രൽ എന്ന് വെച്ചാൽ മൂത്രമൊഴിക്കുന്ന പാതയിൽ കൂടെ, റിസെക്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഈ ഗ്രന്ഥിയുടെ വളർച്ചയുള്ള തടസ്സം ഉണ്ടാക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് റിമൂവ് ചെയ്യുന്നതിനാണ് ഇത് TURP എന്ന് പറയുന്നത്. ഈ ചികിത്സാ രീതി അല്ലെങ്കിൽ ഈ സർജറി കഴിഞ്ഞ 10-40 വർഷമായിട്ട് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഈ സർജറിക്കകത്ത് നമ്മൾ ഗ്രന്ഥിയുടെ വളർച്ചയുള്ള ഭാഗം മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ അതിന്റെ പുറമേ ഉള്ള ഭാഗം അത് അവിടെ തന്നെ നിലനിൽക്കുക ചെയ്യുന്നത്. ഈ സർജറി നമ്മൾ ആർക്കൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണം മൂത്ര തടസ്സമുള്ളവരില്, ഗ്രന്ഥിയുടെ വീക്കം കാരണം മൂത്രം കെട്ടിക്കിടന്നിട്ട് ബ്ലാഡറിനകത്ത് കല്ലുണ്ടാകുന്നവരില്, ആവർത്തിച്ച് മൂത്രത്തിൽ പഴുപ്പ് വരുന്നവരില്, അല്ലെങ്കിൽ ഈ ഗ്രന്ഥിയുടെ വീക്കം കാരണം മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡിന്റെ അംശം കാണുന്നതിലൊക്കെ ആണ് നമ്മൾ ഈ സർജറി നിർദ്ദേശിക്കുന്നത്. 80 ഗ്രാമിൽ കൂടുതൽ വലിപ്പമുള്ള പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിന് സാധാരണ നമ്മൾ ഈ സർജറി നിർദ്ദേശിക്കാറില്ല. ഈ സർജറിയുടെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ, സർജറി ചെയ്യുന്ന സമയത്ത് സാധാരണ കൂടുതൽ വലിപ്പമുള്ള ഗ്രന്ഥിയാണെങ്കിൽ രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ സാധാരണ മുൻകൂട്ടി ബ്ലഡ് കരുതി വെച്ചിട്ടാണ് ഈ സർജറി ചെയ്യുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരില് സ്ഖലനം സംഭവിക്കുമ്പോൾ ബീജം പുറത്തേക്ക് വരില്ല. അതിന് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയും. അപ്പോൾ ഇതൊരു പ്രശ്നമുള്ള സംഭവമല്ല. അത് ബീജം ബ്ലാഡറിനകത്തോട്ട് പോയി യൂറിനുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ അതിനൊപ്പം പുറത്തേക്ക് കൊടുക്കും. ചില പേഷ്യൻസിൽ സർജറി കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോഴത്തേന് ഓപ്പറേഷൻ ചെയ്ത ഭാഗം ചുരുങ്ങിയിട്ട് മൂത്ര തടസ്സം വീണ്ടും വരാം. അല്ലെങ്കിൽ മൂത്രനാളിയില് ഏതെങ്കിലും ഭാഗം ചുരുങ്ങിയിട്ട് അവർക്ക് മൂത്ര തടസ്സം അങ്ങനത്തെ സിംറ്റംസ് വീണ്ടും അനുഭവപ്പെടാം. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആ ചുരുങ്ങിയിരിക്കുന്ന മൂത്രനാളിയുടെ ഭാഗം ഡൈലേറ്റ് ചെയ്ത് വികസിപ്പിക്കുകയോ, അല്ലെങ്കിൽ ഉള്ളില് സർജറി ചെയ്ത് ചുരുങ്ങിയിരിക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്തൊന്ന് വികസിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരാം ചിലർക്ക്. TURP സർജറി കഴിഞ്ഞവര് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് 10-12 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ മൂത്ര തടസ്സം എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഡോക്ടറെ കാണിച്ച് ഇതിന്റെ വളർച്ച ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് എന്നാണ്.